എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. നമ്മളൊരു ലഞ്ച് സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ ലഞ്ചിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ബീഫ് കറിയും ഫ്രൈയും അതിൻ്റെ കൂടെ തന്നെ ഒരു പുളിശ്ശേരിയും എല്ലാം കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബീഫ് കറി വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടി 3/4 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 2-3 ഏലക്കായും ഒരു 2 കഷ്ണം ഗ്രാമ്പും 2-3 ചെറിയ പീസ് പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുക്കറിനകത്തിട്ടൊന്ന് വേവിച്ചതിന് ശേഷമാണ് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുന്നത്. അപ്പം കുക്കർ അടച്ചു വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് മസാലയാക്കാം. അപ്പോൾ അത് ആ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് സവാള വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വാടി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യമേ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സാധാരണ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ സവാളയൊക്കെ അതിൽ കിടന്ന് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത് കുക്കറിലേക്ക് ഇടാത്തത് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിക്ക് എത്രത്തോളം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴണ്ട് കിട്ടുന്നു അത്രത്തോളം ടേസ്റ്റ് കിട്ടും കറിക്ക്. ഇനി അതിലേക്ക് 2-3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുത്ത മസാലകളുടെയൊക്കെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. മസാല എണ്ണയിൽ കിടന്ന് എത്രത്തോളം മൂത്ത് കിട്ടുന്നോ കറിക്ക് അത്രത്തോളം ടേസ്റ്റും കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ മസാലകൾ മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം അടച്ചു വെച്ച് സിമ്മിലാക്കി കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്ത തക്കാളിയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫുണ്ടല്ലോ അത് ആ വെള്ളത്തോടെ കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫ് വേകാൻ നേരത്ത് തൊട്ടും വെള്ളം ചേർത്തിരുന്നില്ല, അതിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം മസാലയിലിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ സമയത്ത് ഇതിലേക്ക് വെള്ളത്തിന് ആവശ്യമായ ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പം എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മൂടി വെച്ച് മസാലയൊക്കെ ബീഫിൽ പിടിക്കത്തക്ക രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പം മൂടി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റായി. നല്ലതുപോലെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് കിട്ടാൻ വേണ്ടി വീണ്ടും മൂടി വെച്ച് സിമ്മിലാക്കി കൊടുക്കാം. അപ്പം ബീഫ് അവിടെ കിടന്ന് എണ്ണ തെളിയുന്ന സമയം കൊണ്ട് നമുക്ക് തോരൻ അരിഞ്ഞെടുക്കാം. ഇതൊരു പീസ് ചേനയാണ്. ചേന നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കായൊക്കെ അരിഞ്ഞെടുക്കത്തില്ലേ തോരൻ വെക്കാനൊക്കെ ആ ഒരു വലുപ്പത്തിൽ ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം. ചെറിയ ചെറിയ പീസസ് ആയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇത് നല്ല വേഗുന്ന ചേനയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുക്കറിലങ്ങ് ഇട്ട് കൊടുക്കാതെ തന്നെ പാത്രത്തിലിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ചില ചേനയൊന്നും പെട്ടെന്ന് വേഗാത്തയാണെങ്കിൽ കുക്കറിലിട്ടിട്ട് വിസിലടിച്ച് കൊടുത്താൽ മതിയാവും. ഇത് പെട്ടെന്ന് വേകുന്ന ആയിരുന്നു. അപ്പോൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ചേനയുടെ വേകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ബീഫ് വെന്ത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പരിവായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബീഫ് കറി റെഡിയായി കഴിഞ്ഞു. ഇനി തോരന് വേണ്ടി അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയതിട്ട് കൊടുക്കാം. അതിലേക്കൊരു 3 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ചേന ഒരു പകുതിയോളം വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു സമയം വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം.
ഇപ്പോൾ എന്താ ചേന നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം ചേനയും കായും ഒക്കെ തോരൻ വെച്ചാൽ ഇറക്കാൻ. അപ്പം എന്താ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താ ചേന തോരനും റെഡിയായി കഴിഞ്ഞു. അതും അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ചേന ഇങ്ങനെ ഈ ഒരു രീതിയിലൊന്ന് വെച്ച് നോക്കൂ. ഇനി പൈനാപ്പിൾ പുളിശ്ശേരി വയ്ക്കാം. അതിന് വേണ്ടി ഒരു ചെറിയ പീസ് പൈനാപ്പിൾ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് എരിവിന് ആവശ്യമുള്ള 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാം. ആ സമയത്ത് അരപ്പ് തയ്യാറാക്കാം. ഒരു കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്കൊരു 3 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് വെള്ളവും ചേർത്തൊന്ന് അരച്ചെടുക്കാം. അത് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് പുളിക്ക് ആവശ്യമുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കാം. തൈരും ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മൾ വേകാൻ വെച്ചിരുന്ന പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ആ അരപ്പും തൈരും കൂടെ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പതഞ്ഞ് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഒട്ടും തിളയ്ക്കരുത്. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്താ കറി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് താളിച്ചൊഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ചുവന്നുള്ളിയും കടുകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് നല്ലതുപോലെ മൂത്ത് വരുന്ന സമയത്ത് ഒരു നുള്ളു മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നല്ല സൂപ്പർ ടേസ്റ്റാണ് പൈനാപ്പിൾ പുളിശ്ശേരി. ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ. ഇനി താളിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ മുളക് പൊടിയുടെ ഇതെല്ലാം നല്ലതുപോലെ കറിയിലൊന്ന് മിക്സായി കിട്ടും. അപ്പോൾ അതാ സൂപ്പർ ടേസ്റ്റിലുള്ള പുളിശ്ശേരി റെഡിയായി കഴിഞ്ഞു. ഇനി ബീഫ് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എന്നാൽ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നല്ലതുപോലെ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കറി വെച്ച ബീഫിൽ നിന്നുണ്ടല്ലോ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള അത്രയും ഗ്രേവിയോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിയോട് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് അതിനകത്തിട്ട് ഫ്രൈ ആക്കി എടുക്കണം. കുറച്ച് സമയം ഇങ്ങനെ ഫ്ലെയിം മീഡിയത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞ് നല്ല കളറൊക്കെ മാറി നല്ലൊരു ഡാർക്ക് കളറായി വരണം. ആ സമയം വരെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ ഇനി ആ നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈയും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു രീതിയിൽ കറി വയ്ക്കുന്നതിനകത്തുനിന്ന് ബീഫ് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിന് നമുക്ക് എല്ലാം കൂടി വിളമ്പിയെടുത്താൽ മതിയാകും. പ്ലേറ്റിലേക്ക് ആവശ്യത്തിനുള്ള ചോറിട്ട് കൊടുക്കാം. ഇനി ഒരു സൈഡിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചേന തോരനുണ്ടല്ലോ അത് ആവശ്യത്തിന് വെച്ച് കൊടുക്കാം. തോരനും വെച്ച് കൊടുത്തതിന് ശേഷം ബീഫ് ഫ്രൈ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രൈയും വെച്ച് കൊടുത്ത് ഇനി നമുക്ക് ബീഫ് കറി ഒഴിക്കാം. അതെന്താ ഒരു സൈഡിലേക്ക് ഗ്രേവിയും ബീഫുമായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഒരു സൈഡിലേക്ക് പുളിശ്ശേരിയും ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് ഇന്നത്തെ ലഞ്ച് റെഡിയായി കഴിഞ്ഞു. ഈ കറികളൊക്കെ എല്ലാവരും വെക്കുന്നതാണെങ്കിലും പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കുമല്ലോ വെക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാം റെസിപ്പി ഇടുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.